പുരാതന ശേഷിപ്പുകൾ തപ്പിയെടുക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ നടത്തുന്ന സർവേ ഏതാണ്? മിലിറ്ററി സർവേ, മൈൻ സർവേ, ജിയോളജിക്കൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ. പുരാതന ശേഷിപ്പുകൾ തപ്പിയെടുക്കാൻ നടത്തുന്ന സർവേ ആർക്കിയോളജിക്കൽ സർവേ എന്ന് അറിയപ്പെടുന്നു. ഭൂമിക്കടിയിൽ മറഞ്ഞുകിടക്കുന്ന പുരാതന അവശിഷ്ടങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവ കണ്ടെത്തുന്നതിനായി നടത്തുന്ന സർവേ ആണിത്. ചെയിനിനെക്കുറിച്ച് താഴെപ്പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? രണ്ട് തുടർച്ചയായ മധ്യ റിങ്ങുകളുള്ള കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലമാണ് ഒരു ലിങ്കിന്റെ നീളം. ഒരു ഹാൻഡിലിന്റെ പുറംവശത്ത് നിന്ന് അടുത്ത ഹാൻഡിലിന്റെ ഉൾവശം വരെയാണ് ചെയിനിന്റെ നീളം അളക്കുന്നത്. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഒന്നു മാത്രം, രണ്ടു മാത്രം, ഒന്നും രണ്ടും, ഒന്നും ഇല്ല, രണ്ടുമില്ല. സർവേ ചെയിനിൽ രണ്ട് മധ്യ റിങ്ങുകളുള്ള കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലമാണ് ഒരു ലിങ്ക്. എന്നാൽ ചെയിനിന്റെ ആകെ നീളം അളക്കുന്നത് ഒരു ഹാൻഡിലിന്റെ പുറംവശം മുതൽ മറുതലയ്ക്കത്തെ ഹാൻഡിലിന്റെ പുറംവശം വരെയാണ്. ഉയർന്ന കൃത്യതയിലുള്ള നീളം അളക്കാൻ പ്രധാനമായും ഇൻവാർ ടേപ്പുകൾ ഉപയോഗിക്കുന്നത് അവയുടെ ഏത് ഗുണം കൊണ്ടാണ്? വളരെ ഉയർന്ന താപവികാസ ഗുണാങ്കം. സ്റ്റീൽ ടേപ്പുകളേക്കാൾ കുറഞ്ഞ രൂപമാറ്റം സംഭവിക്കുന്നത്. സമയം കഴിയുന്തോറും ഇതിന്റെ നീളത്തിൽ ചെറിയ വർധനവ് ഉണ്ടാവുന്നത്. ഇത് ഇരുമ്പിന്റെ ഒരു ലോഹസങ്കരം ആയതുകൊണ്ട്. ശരിയായ ഉത്തരം സമയം കഴിയും തോറും ഇതിന്റെ നീളത്തിൽ ചെറിയ വർധനവ് ഉണ്ടാകുന്നതുകൊണ്ട്. ഇൻവാർ എന്നത് സ്റ്റീലും നിക്കലും ചേർന്ന അലോയിയാണ്. താപനില കൂടുമ്പോൾ ഇതിൽ ഉണ്ടാകുന്ന വികാസം വളരെ കുറവാണ്. പ്രിസ്മാറ്റിക് കോമ്പസിലെ കാന്തിക സൂചി ഏത് തരത്തിലുള്ളതാണ്? എഡ്ജ് ബാർ ടൈപ്പ്, ബ്രോഡ് നീഡിൽ, ബാർ ഷേപ്ഡ് നീഡിൽ, ഡാംപ്ഡ് നീഡിൽ. ബ്രോഡ് നീഡിലാണ് ശരിയായ ഉത്തരം. പ്രിസ്മാറ്റിക് കോമ്പസിൽ അലുമിനിയം ഗ്രാഗ്വേജ് റിങ്ങിനെ താങ്ങി നിർത്താൻ ബ്രോഡ് നീഡിൽ ഉപയോഗിക്കുന്നു. എന്നാൽ സർവേസ് കോമ്പസിൽ ഉപയോഗിക്കുന്നത് എഡ്ജ് ബാർ നീഡിൽ ആണ്. ഒരു രേഖയുടെ മാഗ്നറ്റിക് ബെയറിംഗ് 38 ഡിഗ്രി 24 മിനിറ്റ് ആണ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 5 ഡിഗ്രി 10 മിനിറ്റ് കിഴക്കാണെങ്കിൽ ട്രൂ ബെയറിംഗ് കണക്കാക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻ 42 ഡിഗ്രി 20 മിനിറ്റ്, 43 ഡിഗ്രി 20 മിനിറ്റ്, 43 ഡിഗ്രി 34 മിനിറ്റ്, 33 ഡിഗ്രി 14 മിനിറ്റ്. കണക്കാക്കുന്ന രീതി. നൽകിയിരിക്കുന്ന വിവരങ്ങൾ: മാഗ്നറ്റിക് ബെയറിംഗ് 38 ഡിഗ്രി 24 മിനിറ്റ്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 5 ഡിഗ്രി 10 മിനിറ്റ്. ഡിഗ്രികൾ കൂട്ടുക, മിനിറ്റുകൾ കൂട്ടുക. അപ്പോൾ ആകെ ലഭിക്കുന്നത്. ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കിഴക്കാണെങ്കിൽ മാഗ്നറ്റിക് ബെയറിനോടൊപ്പം കൂട്ടുകയും പടിഞ്ഞാറ് ആണെങ്കിൽ കുറയ്ക്കുകയും വേണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 43 ഡിഗ്രി 34 മിനിറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് കോമ്പസ് സർവേയിങ്ങിലെ പിശക് അല്ലാത്തത്? ഇൻസ്ട്രുമെന്റൽ എറർ, പേഴ്സണൽ എറർ, സ്വാഭാവിക കാരണങ്ങളാലുള്ള പിശക്, മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. മുകളിൽ പറഞ്ഞവയൊന്നും അല്ല. ഇൻസ്ട്രുമെന്റൽ എറർ, പേഴ്സണൽ എറർ, സ്വാഭാവിക കാരണങ്ങളാലുള്ള പിശകുകൾ, ലോക്കൽ അട്രാക്ഷൻ കാന്തിക വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം കോമ്പസ് സർവേയിലെ പിശകുകളാണ്. അതിനാൽ ഇവയൊന്നുമല്ല ശരി ഉത്തരം. OA എന്ന രേഖയുടെ WCB 107 ഡിഗ്രി 12 മിനിറ്റ്, OB എന്ന രേഖയുടേത് 271 ഡിഗ്രി 42 മിനിറ്റ് ആണ് എങ്കിൽ AOBയുടെ ആംഗിൾ കണക്കാക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻ 164 ഡിഗ്രി 30 മിനിറ്റ്, 198 ഡിഗ്രി 54 മിനിറ്റ്, 72 ഡിഗ്രി 48 മിനിറ്റ്, 100 ഡിഗ്രി 20 മിനിറ്റ്. കണക്കാക്കുന്ന രീതി. രണ്ട് രേഖകൾ തമ്മിലുള്ള ഉൾക്കോൺ കണ്ടെത്താൻ അവയുടെ WCBകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. മിനിറ്റുകൾ കുറയ്ക്കുമ്പോൾ 30 ലഭിക്കും. ഡിഗ്രികൾ കുറയ്ക്കുമ്പോൾ 271 ഡിഗ്രി ലഭിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ 164 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ലെവലിംഗിലെ
HI ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് രീതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഈ രീതി വേഗത്തിലുള്ളതും ആയാസരഹിതവും ലളിതവുമാണ്. ഉപകരണത്തിന്റെ ഉയരം ഒട്ടും തന്നെ കണക്കാക്കുന്നില്ല. ഈ രീതി ഇന്റർമീഡിയറ്റ് സൈറ്റുകളിൽ പൂർണ്ണമായി പരിശോധന നടത്തുന്നു. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി? 2ഉം 3ഉം പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തത്. HI രീതിയിൽ ഉപകരണത്തിന്റെ ഉയരം കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് 2 തെറ്റാണ്. കൂടാതെ ഇന്റർമീഡിയറ്റ് സൈറ്റുകൾക്ക് പൂർണ്ണമായി ചെക്ക് നൽകുന്നത് റൈസ് ആൻഡ് ഫാൾ രീതിയാണ്. HI രീതി നൽകുന്നില്ല. അതിനാൽ 3ഉം തെറ്റാണ്. പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ ഒരു അലിഡേഡിന്റെ വർക്കിംഗ് എഡ്ജിനെ വിളിക്കുന്നത് ഫിഡ്യൂഷ്യൽ എഡ്ജ്, സ്ട്രൈറ്റ് എഡ്ജ്, ലെവൽഡ് എഡ്ജ്, ഡ്രോയിങ് എഡ്ജ്. ഒരു അലിഡേഡിനെ വർക്കിംഗ് എഡ്ജിനെ വിളിക്കുന്നത് ഫിഡ്യൂഷ്യൽ എഡ്ജ് എന്നാണ്. പ്ലെയിൻ ടേബിൾ ഒബ്ജക്റ്റുകളിലേക്ക് വരകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന അലിഡേഡിന്റെ ചെരിഞ്ഞ മൂർച്ചയുള്ള വർക്കിംഗ് അരികിനെ ഫിഡ്യൂഷ്യൽ എഡ്ജ് അല്ലെങ്കിൽ ബെവൽഡ് എഡ്ജ് എന്ന് വിളിക്കുന്നു. ടെലിസ്കോപ്പിലെ ഫിക്സഡ് ടു പോയിന്റുകൾ ഉപയോഗിച്ച് ടാർഗറ്റിലേക്ക് നോക്കി 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന ടാക്ടിയോമെട്രിക് സിസ്റ്റം ഏതാണ്? സബ്ടൈൽ സിസ്റ്റം, സ്റ്റാഡിയ സിസ്റ്റം, ടാർജൻഷ്യൽ സിസ്റ്റം, അനലിറ്റിക് ലെൻസ് സിസ്റ്റം. ഏത് സിസ്റ്റമാണ്? ഓപ്ഷൻ എ സബ്ടൈൽ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. നിശ്ചിത ബേസ് നീളമുള്ള ഒരു ടാർഗറ്റിലേക്ക് നോക്കി ആംഗിൾ അളന്ന് ദൂരം കണ്ടെത്താൻ ഈ രീതി ഉപയോഗിക്കുന്നു. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് കോച്ച്, ലൂയി പാസ്റ്റർ, എഡ്വേർഡ് ജെന്നർ, അലക്സാണ്ടർ ഫ്ലെമിംഗ്. തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ ആണ്. കേരളത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന നവജാത ശിശുക്കളുടെ ആരോഗ്യ പരിശോധനാ പരിപാടിയുടെ പേരെന്ത്? സഞ്ജീവനി, കാരുണ്യ, ശലഭം, ആർദ്രം. ശലഭം എന്നാണ് പേര്. ശിശുമാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമിന്റെ പേരാണ് ശലഭം. പ്രമേഹ രോഗിയുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഏത്? ഈസ്ട്രജൻ, ഇൻസുലിൻ, അഡ്രിനാലിൻ, തൈറോക്സിൻ. പ്രമേഹ രോഗിയുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഏത്? ഇൻസുലിൻ ആണ് ശരിയായ ഉത്തരം. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ അതിന്റെ ഉപയോഗത്തിലെ തകരാറോ ആണ് പ്രമേഹത്തിന് കാരണം. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത്? ബാരോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, സിഗ്നമോമീറ്റർ, ഗ്ലൂക്കോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണം സിഗ്നമോമീറ്റർ ആണ്. മനുഷ്യരിലെ സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിഗ്നലോമീറ്റർ. ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഡിസംബർ 1, ഏപ്രിൽ 7, മെയ് 31, ജൂൺ 5. ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് 31-നാണ്. പുകയിലയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏത്? ആക്സോൺ, നെഫ്രിഡിയ, ന്യൂറോൺ, നെഫ്രോൺ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏത്? ന്യൂറോൺ ആണ് ശരിയായ ഉത്തരം. സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്ന നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന യൂണിറ്റാണ് ന്യൂറോൺ. രക്തം കട്ട പിടിക്കാതിരിക്കാൻ ലബോറട്ടറിയിലും മറ്റും ചേർക്കുന്ന രാസവസ്തു ഏത്? കെരാറ്റിൻ, ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, ഇൻസുലിൻ. ചേർക്കുന്ന രാസവസ്തു ഹെപ്പാരിൻ എന്ന രാസവസ്തു ആണ്. ശരീരത്തിനകത്തും പരിശോധനയ്ക്കായി എടുക്കുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക കൃത്രിമ പ്രതിരോധ വസ്തുവാണ് ഹെപ്പാരിൻ.
ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏത്? ഗ്ലൂക്കോമീറ്റർ, ഡയാലിസിസ് മെഷീൻ, ECG, EEG. ECG ആണ് ശരിയായ ഉത്തരം. ഹൃദയത്തിന് താളം തെറ്റുന്നതും മറ്റ് പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ECG ഉപയോഗിക്കുന്നു. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ഉണ്ടാകുന്ന രാസാഗ്നി ഏത്? റെനിൻ, ത്രോംബോപ്ലാസ്റ്റിൻ, തൈലിൻ, പെപ്സിൻ. ത്രോംബോപ്ലാസ്റ്റിൻ ആണ് ശരിയായ ഉത്തരം. രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയിൽ പ്ലേറ്റ്ലെറ്റുകളും തകർന്ന കലകളും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നിയാണ് ത്രോംബോപ്ലാസ്റ്റിൻ. എപ്പിഡെർമിസിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിൻ, ആൽബുമിൻ, കെരാറ്റിൻ, കൊളാജൻ. കെരാറ്റിൻ ആണ് ശരിയായ ഉത്തരം. എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന രോഗപ്രതിരോധ ശേഷിയുള്ളതും ബലമുള്ളതുമായ പ്രോട്ടീനാണ് കെരാറ്റിൻ. ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ബുധൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ. ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഭൂവൽക്കങ്ങളിലെ പ്രധാന മൂലകം ഏത്? സിലിക്കൺ, ഓക്സിജൻ, അലൂമിനിയം. ഇവയെല്ലാം. ഭൂവൽക്ക ശിലകളിലെ പ്രധാന മൂലകം ഇവയെല്ലാം ആണ്. AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച മലയാള ചലച്ചിത്രം ഏത്? യോധ, ഗുരു, കാലാപാനി, പാനിപ്പത്ത്. യോധയാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര്? KM കമലം, KR ഗൗരിയമ്മ, M ശൈലജ. ഇവയൊന്നുമല്ല. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര്? KR ഗൗരിയമ്മയാണ് ശരിയായ ഉത്തരം. ഋഗ്വേദ സൂക്തങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള നദികൾ? ഗോമതി, സിന്ധു, സരസ്വതി. ഇവയെല്ലാം. ഋഗ്വേദ സൂക്തങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള നദികൾ ഇവയെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയെ ചൈന ആദ്യമായി ആക്രമിച്ച വർഷം? 1962, 1965, 1969, 1972. ഇന്ത്യയെ ചൈന ആദ്യമായി ആക്രമിച്ചത് 1962 കങ്കാരുവിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? ഓസ്ട്രേലിയ, മ്യാൻമാർ, ഇറ്റലി, ബർമ്മ. കങ്കാരുവിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ്. മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര? 2, 4, 6 അറകൾ, 8 അറകൾ. മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര? 4 അറകളാണ് ഉള്ളത്. ശുദ്ധരക്തം വഹിക്കുന്ന സിര ഏത്? ശ്വാസകോശ സിര, അധോമഹാസിര, സ്റ്റേപ്പിസിര. ഇവയൊന്നുമല്ല. ശുദ്ധരക്തം വഹിക്കുന്ന സിരയാണ് ശ്വാസകോശ സിര. കഥകളിയുടെ 7 ചടങ്ങുകളിൽ ആദ്യത്തേത്? കേളികൊട്ട്, മിഴാവ്, നാദം. ഇവയെല്ലാം. കഥകളിയുടെ 7 ചടങ്ങുകളിൽ ആദ്യത്തേതാണ് കേളികൊട്ട്. വികാരം ഉണരുമ്പോൾ സ്ത്രീകളുടെ സ്തനങ്ങൾ എത്ര ശതമാനം വലുതാകും? 10%, 15%, 25%, 30%. ഏകദേശം 25% വലുതാകും.